കേരളത്തിലെ വണ്ടിപ്രാന്തന്മാരുടെ മനസ്സ് കവർന്ന കൊമ്പൻ ഹോളിഡേയ്സ് ഗജകേസരിയായ കഥ. ആനയെ വാങ്ങാൻ ഇട്ടുകൂട്ടിയ പൈസ വീട്ടിൽ സമ്മതിക്കാതെ വന്നപ്പോൾ ബസ് വാങ്ങാനിടയാക്കിയ ആ കഥ നമ്മൾ അറിയേണ്ട ഒന്നു തന്നെയാണ്. ആനയെ വാങ്ങാൻ ആയില്ലെങ്കിലും എല്ലാവരുടെയും എതിർപ്പ് മറികടന്ന് 2018 ഒരു സെക്കൻഡ് ഹാൻഡ് ബസ്സിൽ നിന്നും തുടക്കം കുറിച്ച ആ കൊച്ചു സാമ്രാജ്യത്തിന്റെ പേര് ഇന്ന് കൊമ്പൻ എന്നാണ്. ഒരു ആനപ്രാന്തന്റെ സ്വന്തം വണ്ടി സാമ്രാജ്യം. കേരളത്തിലെ വണ്ടിപ്രാന്തന്മാരുടെ മനസ്സിൽ കൊമ്പന് ഇന്നുള്ള സ്ഥാനം പറഞ്ഞറിയിക്കാൻ ആവാത്തതാണ്. ഒരു വണ്ടിയോടുള്ള സ്നേഹത്തിനും അപ്പുറം അത് വളരാൻ കാരണം വേറൊന്നുമല്ല, ഈ സംരംഭത്തെ നിലവിൽ കൊണ്ടുവന്ന ദീപുചേട്ടനാണ്. ആനയോടുള്ള തന്റെ സ്നേഹത്താൽ കൊമ്പൻ എന്ന് പേരിട്ട ബസ്സിനെ അദ്ദേഹം ബിസിനസ് ആയിട്ടല്ല കാണുന്നത്, മറിച്ച് വണ്ടിയെ സ്നേഹിക്കുന്ന വണ്ടിപ്രാന്തന്മാരുടെ സാമ്രാജ്യമായിട്ടാണ്. അധോലോകം, കാളിയൻ, യോദ്ധാവ്, ദാവൂദ്, ബോംബെ എന്നീ 5 എഡിഷൻ വരെ എത്തി നിൽക്കുന്ന കൊമ്പൻ ഇന്ന് ഒരു ബസ് എന്നതിനുപരി വേറെ എന്തൊക്കെയൊരു ഫീലാണ് പലർക്കും. കൊമ്പനിലെ എല്ലാ ജീവനക്കാരെയും തന്റെ സ്വന്തം സഹോദരന്മാരായിട്ടാണ് ദീപുചേട്ടൻ കാണുന്നത്, ഒരു കുടുംബം പോലെ. ഇതെല്ലാം കൊണ്ടാണ് കൊമ്പൻ ഇന്ന് ഇത്രയും ജനപ്രീതി നേടിയ ബസ്സായി മാറിയത്. കൊമ്പൻ ഹോളിഡേയ്സിന്റെ വിശ്രമ കേന്ദ്രമായ ധാരാവി സ്ഥിതി ചെയ്യുന്നത് ദീപുചേട്ടന്റെ വീടായ പരമേശ്വരത്ത് നിന്ന് 1 കിലോമീറ്റർ മാറി ആലപ്പുഴ ജില്ലയിലെ കാരക്കാട് എന്ന സ്ഥലത്താണ്. വണ്ടിയെ സ്നേഹിക്കുന്ന വാഹനപ്രേമികൾക്കും കൊമ്പൻ ഹോളിഡേയ്സിനെ സ്നേഹിക്കുന്നവർക്കുമായി 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുകയാണ് ഈ ധാരാവി. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കായി വിശ്രമ കേന്ദ്രവും മറ്റ് സൗകര്യങ്ങളും ആദ്യകാലങ്ങളിൽ സ്വന്തം വീട്ടിലായിരുന്നു ദീപുചേട്ടൻ ഒരുക്കിയിരുന്നത്. പിന്നീടാണ് ഇത് ധാരാവിയിലേക്ക് മാറ്റിയത്. 2 ലക്ഷത്തോളം ഫാൻസ് മെമ്പേഴ്സ് ഉള്ള കൊമ്പന്റെ ഫേസ്ബുക്ക് കൂട്ടായ്മയും ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയും കൊമ്പന്റെ സ്ഥാനം ഇന്ന് വാനോളം ഉയർത്തുന്നു. കൊമ്പനായ കഥ അറിയാനായി പാർട്ട് 2 വീഡിയോയ്ക്കായി കാത്തിരിക്കുക.